അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 10 വെള്ളിയാഴ്ച. അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും ലോറി നിറയെ കള്ളപ്പണം ലഭിച്ചോ എന്ന ചോദ്യമുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശത്തെ ആയുധമാക്കി കോൺഗ്രസ്. ഇക്കാര്യത്തിൽ സ്വന്തം ഏജൻസികളായ EDയെയും CBIയെയും ഉപയോഗിച്ച് അന്വേഷണം നടത്താൻ മോദിയെ കോൺഗ്രസ് വെല്ലുവിളിച്ചു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്രയും ദുർബലനോ നിസ്സഹായനോ ആയ അവസ്ഥ മുൻപുണ്ടായിട്ടില്ലെന്നും മോദിയും സുഹൃത്തുക്കളും നടത്തുന്ന അഴിമതിയെക്കുറിച്ചാണ് കഴിഞ്ഞ 10 വർഷമായി രാഹുൽ ഗാന്ധി പറയുന്നതെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനട്ടെ പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ അദാനിക്കും അംബാനിക്കുമെതിരെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മോദിക്ക് കത്തെഴുതി. മോദി അദാനി ബന്ധം വീണ്ടും ഉന്നയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. മോദി അധികാരത്തിൽ വന്ന് 10 വർഷത്തിനിടെ രാജ്യത്തെ വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രതിരോധ വ്യവസായം തുടങ്ങി എല്ലാം അദാനിക്ക് നൽകിയെന്നും അദാനിക്ക് വേണ്ടി രാജ്യത്ത് നോട്ട് നിരോധനവും GSTയും നടപ്പാക്കിയെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം രാഹുൽ ഗാന്ധി അദാനിയെയും അംബാനിയെയും ആക്രമിക്കുന്നത് നിർത്തിയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആക്ഷേപത്തിന് പിന്നാലെയാണ് രാഹുലിന്റെ വിമർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും പൊതുസംവാദത്തിന് ക്ഷണിച്ച് വിരമിച്ച ജഡ്ജിമാരുടെ കത്ത്. സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് മദൻ ബി ലോകൂർ, ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് AP ഷാ എന്നിവരാണ് ഇരുവർക്കും കത്തയച്ചത്. എയർ ഇന്ത്യ എക്സ്പ്രസ് സമരം അവസാനിച്ചു. ജീവനക്കാരും മാനേജ്മെന്റും തമ്മിൽ ദില്ലി ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ച വിജയം. പിരിച്ചുവിട്ടവരെ തിരികെ എടുക്കണമെന്ന ആവശ്യമടക്കം അംഗീകരിച്ചാണ് സമരം അവസാനിപ്പിക്കാനുള്ള ധാരണയിലേക്ക് എത്തിയത്. എയർ ഇന്ത്യ എക്സ്പ്രസ് എംപ്ലോയീസ് യൂണിയനിലുള്ള 300 ജീവനക്കാരാണ് കൂട്ടമായി മെഡിക്കൽ അവധിയെടുത്തത്. ഇത് ആസൂത്രിതമാണെന്ന് ബോധ്യമായതോടെ കമ്പനി പിരിച്ചുവിടൽ നോട്ടീസ് അയക്കുകയായിരുന്നു. പരിഷ്കരിച്ച സർക്കുലർ പ്രകാരം 40 പേരെ മാത്രം പങ്കെടുപ്പിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി സർക്കാർ. ആദ്യം റോഡ് ടെസ്റ്റ്, പിന്നീട് ഗ്രൗണ്ട് ടെസ്റ്റ് എന്ന രീതി തുടരും. പുതിയ ട്രാക്ക് തയ്യാറാവുന്നതുവരെ H ട്രാക്കിൽ ടെസ്റ്റ് നടത്തി ലൈസൻസ് അനുവദിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ടെസ്റ്റിന് തീയതി ലഭിച്ചവർ സ്വന്തം വാഹനവുമായി ഇന്നു മുതൽ എത്തണം. KSRTCയുടെ സ്ഥലങ്ങൾ ഇന്നു മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കും. പ്രതിഷേധ സാധ്യത മുന്നിൽ കണ്ട് പോലീസ് സംരക്ഷണം ഉറപ്പാക്കാൻ RTOമാർക്ക് നിർദ്ദേശം നൽകി. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാഫലവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലവും പ്രഖ്യാപിച്ചു. 78.69% ഹയർ സെക്കൻഡറി പരീക്ഷയുടെ വിജയശതമാനം. VHSC പരീക്ഷയിൽ 71.42% വിജയം. സംസ്ഥാനത്തെ 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പുറത്തുവന്നപ്പോൾ 100 മേനി വിജയം നേടിയ സർക്കാർ സ്കൂളുകളുടെ എണ്ണത്തിൽ കുറവ്. ഇക്കുറി 100% വിജയം നേടിയത് 7 സർക്കാർ സ്കൂളുകൾ മാത്രമാണ്. സർക്കാർ സ്കൂളുകളിൽ 100% വിജയം നേടിയ സ്കൂൾ അധികം ഇല്ലാത്തതിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അന്വേഷണം പ്രഖ്യാപിച്ചു. ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിലെ 5 ഇന്ത്യക്കാരടക്കം 7 ജീവനക്കാരെ കൂടി മോചിപ്പിച്ചു. ഇറാനിലെ ഇന്ത്യൻ എംബസി മോചനം സ്ഥിരീകരിച്ചു. ഇന്നലെ വൈകിട്ടോടെ ഇവർ ഇറാനിൽ നിന്ന് പുറപ്പെട്ടെന്നാണ് വിവരം. എന്നാൽ 5 പേരുടെ പേര് വിവരം ഇറാനോ ഇന്ത്യൻ എംബസിയോ പുറത്തുവിട്ടിട്ടില്ല. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവ് ഒഴിവാക്കാൻ തീരുമാനം. നിവേദ്യ സമർപ്പണം, അർച്ചന, പ്രസാദം തുടങ്ങിയവയ്ക്ക് അരളിപ്പൂവ് ഇനി മുതൽ ഉപയോഗിക്കില്ല. എന്നാൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്നതിൽ തടസ്സമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ് ഇക്കാര്യം അറിയിച്ചത്. അരളിക്ക് പകരം പിച്ചിയും തുളസിയുമെല്ലാം ഉപയോഗിക്കും. ഇന്നു മുതൽ തന്നെ തീരുമാനം പ്രാബല്യത്തിൽ വരും. സമൂഹത്തിൽ നിലവിൽ ആകെ പടർന്നിട്ടുള്ള ആശങ്ക പരിഗണിച്ചാണ് തീരുമാനം.
സംസ്ഥാനത്ത് ചൂട് ഇനിയും ഉയരുമെന്നും ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി വരെ താപനില ഉയരും. കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വൈദ്യുതി പ്രതിസന്ധിക്കിടെ മേഖല തിരിച്ച് നടത്തിയ വൈദ്യുതി നിയന്ത്രണം ഫലം കണ്ടതിനാൽ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടിവരില്ലെന്ന് KSEB. നിലവിൽ വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രണ വിധേയമാണ്. ഉപഭോഗം കൂടുതലുള്ള സ്ഥലങ്ങളിൽ മാത്രം നിയന്ത്രണം തുടരാനും മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്റർ സൂക്ഷിക്കണമെന്ന് പൊതുഭരണ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ. ഉദ്യോഗസ്ഥർ ഓഫീസിൽ ഹാജരാകുന്ന സമയം, അവരുടെ കൈവശമുള്ള തുക എത്ര, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്തൊക്കെ എന്നുള്ള വിവരം ഡെയിലി ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്ററിലോ പേഴ്സണൽ ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്ററിലോ രേഖപ്പെടുത്തി സൂക്ഷിക്കണമെന്നാണ് നിർദ്ദേശം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തള്ളി മന്ത്രി വി. ശിവൻകുട്ടി. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി വിദേശ സന്ദർശനം എല്ലാവരും നടത്തും. സ്വന്തം കാശിന് പോകുന്നതിൽ എന്താണ് തെറ്റെന്നും അദ്ദേഹം ചോദിച്ചു. രാഹുൽ ഗാന്ധി ആരോടും പറയാതെ വിദേശത്ത് പോയിട്ടില്ലേ? മാധ്യമങ്ങൾ ചിന്താഗതി മാറ്റണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. മേയർ ആര്യ രാജേന്ദ്രൻ നിരന്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ നഗരസഭയിൽ ഭരണസ്തംഭനം ഉണ്ടാകുന്നുവെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി BJP. നഗരസഭാ കൌൺസിലർമാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ BJP ധർണ നടത്തി. KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർക്കെതിരെ പോലീസ് നടപടി കടുപ്പിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ കാലം ചെയ്ത ഡോക്ടർ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപൊലിത്തയുടെ ഭൗതികദേഹം സഭാ ആസ്ഥാനമായ തിരുവല്ല കുറ്റപ്പുഴയിലെ സെന്റ് തോമസ് നഗറിൽ ഖബറടക്കും. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സിനഡിന്റേതാണ് തീരുമാനം. 8 മുതൽ 10 ദിവസത്തിനുള്ളിലാകും ചടങ്ങ് നടക്കുക. ഭൗതിക ശരീരം വിട്ടുകിട്ടാനും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും അമേരിക്കൻ അധികൃതരുമായി നടപടികൾ തുടങ്ങിയെന്ന് സിനഡ് അറിയിച്ചു. കുട്ടിക്കാനത്ത് കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് 2 പേർ മരണമടഞ്ഞു. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ മുറിഞ്ഞപുഴയ്ക്ക് അടുത്ത് നടന്ന അപകടത്തിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ സിന്ധു, ഭദ്ര എന്നിവരാണ് മരിച്ചത്. 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരുടെ ആരോഗ്യനില ഗുരുതരമാണ്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. ശിവകാശി പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി. 5 സ്ത്രീകളടക്കം 8 പേർ മരിച്ചെന്നാണ് വിവരം. 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരിച്ച എല്ലാവരും തന്നെ പടക്ക നിർമ്മാണശാലയിലെ തൊഴിലാളികളാണ് എന്നാണ് റിപ്പോർട്ട്. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാരിയിലെ പരാതിക്കാരി ബലാത്സംഗ ആരോപണം നിഷേധിച്ചു. ശൂന്യമായ വെള്ളക്കടലാസിൽ തന്നെ കൊണ്ട് ഒപ്പിടിക്കുകയായിരുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. BJPയുമായി ബന്ധമുള്ളവരാണ് തന്നിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയതെന്നും പരാതിക്കാരി പറഞ്ഞു. ഹരിയാന BJP സർക്കാരിന്റെ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് പിന്നാലെ ഗവർണറെ കാണാൻ സമയം തേടി കോൺഗ്രസ് നേതാക്കൾ. JJP MLAമാർ പിന്തുണ പിൻവലിച്ചതോടെ നായബ് സിംഗ് സൈനി സർക്കാർ ന്യൂനപക്ഷ സർക്കാരായെന്നും ഉടൻ രാജിവെക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സർക്കാർ രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ ഗവർണർ നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് നേതാവ് ദീപേന്ദർ ഹൂഡ ആവശ്യപ്പെട്ടു. കോൺഗ്രസിന് JJP പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം JJP നേതാവ് ദുഷ്യന്ത് ചൌട്ടാലയ്ക്ക് തലവേദന സൃഷ്ടിച്ച് JJPയിലെ 4ഓളം MLAമാർ BJPയുമായി ആശയവിനിമയത്തിലാണെന്ന് സൂചന നൽകുന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് ഉത്തരവ് പറയാനിരിക്കെ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകരുതെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് ED സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുക എന്നത് മൌലിക അവകാശമല്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തണമെന്നതിന്റെ പേരിൽ കെജ്രിവാളിന് ജാമ്യം നൽകരുതെന്നും ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർഷക സമരത്തിൽ പങ്കെടുക്കവെ പഞ്ചാബ് അതിർത്തിയിൽ വനിതാ കർഷക മരിച്ചു. 22 ദിവസമായി ഖനൌരിയിൽ തുടരുന്ന ട്രെയിൻ തടയൽ സമരത്തിനിടെയാണ് സുഖ്മീന്ദർ കൌർ എന്ന കർഷക കുഴഞ്ഞു വീണ് മരിച്ചത്. ഗവർണർ CV ആനന്ദബോസിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചതിന് പിന്നാലെ പശ്ചിമ ബംഗാൾ രാജ്ഭവനിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരുടെ വിവരങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ രാജ്ഭവന്റെ നിർദ്ദേശം. നിലവിലുള്ള 40 താൽക്കാലിക ജീവനക്കാർ എന്ത് ജോലി ചെയ്യുന്നു, എത്ര കാലമായി രാജ്ഭവനിലുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.
വിദ്യാർത്ഥി വിസ നിയമം കർശനമാക്കി ഓസ്ട്രേലിയ. രാജ്യത്ത് പ്രവേശിക്കുന്നതിന് വിദ്യാർത്ഥികൾ അവരുടെ സേവിംഗ്സായി കാണിക്കേണ്ട തുക വീണ്ടും ഉയർത്തി ഓസ്ട്രേലിയ. 2024 മെയ് 10 മുതൽ 29,710 ഓസ്ട്രേലിയൻ ഡോളർ അഥവാ 16,29,964 രൂപ അക്കൗണ്ടിൽ കാണിക്കേണ്ടി വരും. 7 മാസത്തിനിടയിൽ രണ്ടാം തവണയാണ് വിദ്യാർത്ഥികൾ അക്കൗണ്ടിൽ കാണിക്കേണ്ട തുക ഓസ്ട്രേലിയ ഉയർത്തുന്നത്. നേരത്തെ 11.5 ലക്ഷമായിരുന്ന തുക കഴിഞ്ഞ ഒക്ടോബറിലാണ് 13.5 ലക്ഷമായി ഉയർത്തിയത്. മായം കലർന്ന 400-ലധികം ഇന്ത്യൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ നിരോധനം ഏർപ്പെടുത്തിയതായി റിപ്പോർട്ട്. 2019 2024 ഇടയിൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ മായം കലർന്നതിനെ തുടർന്നാണ് നിരോധിച്ചത്. ഏകദേശം 527 ഉൽപ്പന്നങ്ങളിൽ ക്യാൻസറിന് കാരണമാകുന്ന എത്തിലീൻ ഓക്സൈഡ് രാസവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ചിലതിൽ വൃക്കകളുടെയും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെയും പ്രധാന കാരണമാകുന്ന മെർക്കുറി, കാഡ്മിയം തുടങ്ങിയ ലോഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജർ വധത്തിൽ 3 ഇന്ത്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ കാനഡയ്ക്ക് രാഷ്ട്രീയ താൽപര്യങ്ങളുണ്ടെന്നും കാനഡ വിഘടനവാദികൾക്കും തീവ്രവാദികൾക്കും രാഷ്ട്രീയ ഇടം നൽകുന്നുവെന്നും ഇന്ത്യ വിമർശിച്ചു. നിജ്ജറിന്റെ വധവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രസക്തമായ തെളിവോ വിവരമോ കാനഡ ഇതുവരെ കൈമാറിയിട്ടില്ല. ഇന്ത്യൻ പൗരന്മാരുടെ അറസ്റ്റിനെ കുറിച്ച് അറിയിച്ചുവെന്നും എന്നാൽ അത് നയതന്ത്ര തലത്തിലല്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. അന്താരാഷ്ട്ര ഗുസ്തി സംഘടന ഗുസ്തി താരം ബജ്രംഗ് പൂനിയയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തി. ഈ വർഷം അവസാനം വരെ വിലക്ക് നിലനിൽക്കും. ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് വിധേയനാകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് നേരത്തെ നാഡ ബജ്രംഗിനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നാലെയാണ് അന്താരാഷ്ട്ര ഗുസ്തി സംഘടനയുടെ വിലക്ക് വന്നത്. ബംഗ്ലാദേശിനെതിരായ 5 മത്സരങ്ങളടങ്ങിയ 2020 പരമ്പര തൂത്തുവാരി ഇന്ത്യൻ വനിതകൾ. ഇന്നലെ നടന്ന അവസാന മത്സരത്തിൽ 21 റൺസിന്റെ വിജയം കരസ്ഥമാക്കിയ ഇന്ത്യ 5 മത്സരങ്ങളും വിജയിച്ച് പരമ്പര തൂത്തുവാരി. IPL-ൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് 60 റൺസിന്റെ കൂറ്റൻ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂർ 47 പന്തിൽ 92 റൺസ് എടുത്ത വിരാട് കോഹ്ലിയുടെയും 23 പന്തിൽ 55 റൺസ് എടുത്ത രജത് പട്ടിദാറിന്റെയും 27 പന്തിൽ 46 റൺസ് എടുത്ത കാമറോൺ ഗ്രീനിന്റെയും മികവിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 241 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് 17 ഓവറിൽ 181 എല്ലാവരും പുറത്തായി. ഇതോടെ 12 കളികളിൽ നിന്ന് 8 പോയിന്റുമായി പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുകയാണ് പഞ്ചാബ്. 12 കളികളിൽ നിന്ന് 10 പോയിന്റുമായി 7ാം സ്ഥാനത്താണ് ബാംഗ്ലൂർ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.